തലമുടി നല്ല തിളക്കത്തോടുകൂടി സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണോ? അതിന് മാത്രമല്ല, നമുക്ക് മുടിക്ക് നല്ല രീതിയിൽ നീളം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് ഗേൾസിനും ബോയ്സിനും തേക്കാറുണ്ട്. ഇതുപോലെ നിങ്ങൾ ജെല്ലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ, നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും കിട്ടും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും തേച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് എടുക്കേണ്ടത് ഈ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. അപ്പം അങ്ങാടി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി. അത് വാങ്ങിയതിന് ശേഷം അതിനകത്തുനിന്ന് 2-3 സ്പൂണോളം ഫ്ലാക്സ് സീഡ് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന വെള്ളത്തിന് അനുസരിച്ചിട്ട് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ജെല്ല് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പം ഇത് തന്നെ നമുക്ക് ഏകദേശം ഒരാഴ്ചത്തോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2-3 സ്പൂണോളം ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ 1 സ്പൂണോളം ഉലുവ കേട്ടോ. ഈ ഉലുവ നമ്മുടെ തലമുടിക്ക് നല്ലതാണ്, താരം മാറും, മുടി വളരാൻ നല്ലതാണ്. ചൂട് കാലമല്ലേ, നമ്മുടെ മുടിക്കൊക്കെ നല്ല തണുപ്പ് കിട്ടും, സ്കാൽപ്പിനൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ നല്ലതാണ്. അപ്പം അത്ര ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ കറിവേപ്പില കേട്ടോ. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് തിളക്കം കിട്ടും. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയുടെ പൂ ഉണ്ടെങ്കിൽ എത്രയാണ് ചെമ്പരത്തി പൂ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 3-4 ചെമ്പരത്തിയുടെ പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം കേട്ടോ. ഈ വെട്ടി തിളപ്പിക്കുമ്പം നമ്മൾ എപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അങ്ങ് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് കോരി എടുക്കരുത്. ഇത് ഇതിനകത്ത് ഒരു 10 മിനിറ്റ് നേരത്തോളം കൂടി തിളപ്പിക്കണം കേട്ടോ. കുഴിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ പരന്ന പാത്രത്തിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തീ ഹൈ ലെവലിൽ ഇട്ടിട്ട് മാറിപ്പോകരുത്, ഇങ്ങനെ പതിഞ്ഞ് പൊന്തി പോരും കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതിലേക്ക് ഒന്നല്ലെങ്കിൽ തുളസി ഇല ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് പനിക്കൂർക്കയുടെ ഇല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നീർക്കിട്ടും വീഴത്തില്ല. അപ്പം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതങ്ങോട്ട് മാറ്റാം കേട്ടോ. ഇത് ഇങ്ങനെ നല്ല ചൂടിനോടെ തന്നെ നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളിതിങ്ങനെ ചൂടാറി പോയിട്ട് നമ്മൾ നിങ്ങളുടെ അരിപ്പയിൽ അരിച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പയിൽ നിന്ന് അരിച്ച് ചാടി വരത്തില്ല. കാരണം കറക്റ്റ് നമ്മൾ ഈ കറ്റർവാഴയുടെ ജെല്ലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ, അതുപോലെ ജെല്ലായിട്ട് വരും. അപ്പം ഇത് നമ്മളിങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഈ തിളച്ച് ഈ ചൂടിനോട് തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊക്കെ ഇനി ചേർക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കറ്റർവാഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ തിളപ്പിക്കുക കേട്ടോ. ചിലർ കറ്റർവാഴ അതുപോലെ ചുവന്നുള്ളി സവാളയൊക്കെ ഇട്ട് തിളപ്പിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും ഉണ്ടെങ്കിൽ ഇത് മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അരിപ്പയിലേക്ക് അങ്ങോട്ട് ചെറിയ അരിപ്പയിലേക്ക് അങ്ങോട്ട് അരിച്ചങ്ങ് എടുത്തോട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഈ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയല്ല വരുന്നത്. ആറി വന്നു കഴിഞ്ഞ് കഴിയുമ്പം ശരിക്കും ജെല്ലി ആ ഒരു പരുവത്തിൽ തന്നെ വരും കേട്ടോ. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഗ്ലിസറിൻ ഉണ്ടല്ലോ, ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഫേസിലും തേക്കാൻ പറ്റും. നല്ല അലോവേരയുടെ ജെല്ല് നമ്മളെങ്ങനെയാണ് ഫേസിൽ തേച്ച് അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ഈ അലോവേരയുടെ ജെല്ല് നമ്മൾ ഫേസിലും തലമുടിയിലൊക്കെ തേച്ചിട്ട് ഒരു തിളക്കം കിട്ടത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് തിളക്കം കിട്ടും ഈ ഒരു ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുണ്ടാക്കുന്ന ജെല്ലും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ചെറിയൊരു ബൗളിലോ ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പം ഇതിലേക്കൊരു 3-4 തുള്ളി ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മുടിക്ക് നല്ല തിളക്കം കിട്ടും. കാരണം നമ്മൾ ഈ ഷാമ്പൂയിലും ഫേസ് ക്രീമുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ കിട്ടാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും. 2-3 തുള്ളി ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിച്ചോ. ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല. 2-3 തുള്ളി മിക്സ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് കയ്യിലേക്ക് ഒരു കുറച്ച് എടുത്തിട്ട് ഫേസിൽ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ തലയിൽ ഇങ്ങനെ തേച്ച് കഴുകുമ്പം അതുപോലെ നമ്മളിതിങ്ങനെ എടുത്ത് ഒഴിച്ച് കഴുകരുത്. കാരണം ഈ ജെല്ലും ആയതുകൊണ്ട് ഒറ്റയടിക്ക് തലേന്ന് കീപ്പോട്ട് ചാടിപ്പോരും. അപ്പോൾ കയ്യിൽ കുറച്ച് ജെല്ലെടുക്കുക, 2 കൈ കൊണ്ട് തിരുമിയിട്ട് തലയിൽ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാൻ കയറിക്കോ, എന്നിട്ട് കഴുകിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കഴുകിക്കളയുന്ന നേരത്തെ ഇത്തിരി നമുക്ക് സോപ്പോ ഷാമ്പോ ഒക്കെ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇതിന് വേറെ പാതയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണോ ജെല്ല് തല തേച്ചിട്ട് നമ്മൾ കുളിക്കാൻ സോപ്പിട്ട് തല കഴുകുന്നു അതുപോലെ അങ്ങ് കഴുകിക്കോ. മുടിക്ക് ഇതുപോലെ നല്ല തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് യൂസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. ബോയ്സിന് നമുക്ക് മുടി നല്ല കണ്ടീഷനായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യട്ടോ. ഇതുപോലെ ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യാം.